അവൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ മറിയോട് കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് മറിയോടൊന്ന് സംസാരിച്ചു കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം. മറിയോട് ഒന്ന് സംസാരിപ്പാനിടയിൽ തീർന്ന്. മറിയോട് എന്താ സംസാരിച്ചത്? ദൂതൻ വന്നിട്ട് അവളോട് മറ്റൊന്നും പറയാനില്ല. ലോകപ്രകാരം ഒന്നും പറയാനില്ല. ദൈവത്തിന് പറയാനുള്ളത് ദൈവഗീത പ്രകാരമാണ് പറയാനുള്ളത്. ഹല്ലേലൂയ. അവളെ വിളിച്ചിട്ട്, മറിയെ വിളിച്ചിട്ട് ദൂതൻ സംസാരിച്ചത് ഇപ്രകാരമായിരുന്നു: കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആമേൻ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞപ്പോൾ മറിയോ ഒന്ന് ആശ്ചര്യപ്പെട്ട്, ഇതെന്തൊരു വന്ദനം, ഇതെന്തൊരു വന്ദനം, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വന്ദനം. ഒരു വന്ദനസ്വരം കേൾക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അതിൻ്റെ അർത്ഥം എന്താകുന്നു? ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ മനസ്സലിവ്, ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവത്തിൻ്റെ ദാനങ്ങളെ അനുഭവിക്കുന്നവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവസഭയോട് ഞാനിന്ന് പറയുകയാണ്, നമ്മളൊക്കെ ഓരോരുത്തരും കൃപയാലാണ് നിൽക്കുന്നത്. കൃപ ലഭിച്ചവരാകുന്നു നമ്മൾ. കൃപയാൽ നിൽക്കുന്നു, കൃപ ലഭിച്ചവരാകുന്നു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മൾ കൃപയാലുള്ളവരാണ്. ഓ ഹല്ലേലൂയ. കൃപയാൽ, ആത്മാവിനാൽ. ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നത് കൃപയാലാകുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ നാളുകളിൽ പഴയ നിയമ കാലഘട്ടത്തിൽ നോക്കിയാൽ തൻ്റെ ആത്മാവിനെ പകർന്നിരുന്നത് ന്യായപ്രമാണ പ്രകാരം. ദൈവം കൽപ്പിച്ച കൽപ്പനകളെ അനുസരിച്ചാൽ അവർക്ക് അവരുടെ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കുമായിരുന്നു. എന്നാൽ ആദ്യകാലം മുതൽ അത് നഷ്ടപ്പെടുവാനിടയിൽ തീർന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച നിമിത്തം ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടു പോകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആയതുകൊണ്ട് ദൈവം പറഞ്ഞു, എൻ്റെ ആത്മാവ് മനുഷ്യന്റെ മേല് സദാകാലം നിൽക്കത്തില്ല, അവൻ ജഡമല്ലയോ. ജഡശരീരത്തിൽ അവൻ്റെ ആത്മാവ് നിൽക്കത്തില്ല. എന്നാൽ പുതുക്കം പ്രാപിച്ച പുതുതായി ജനിച്ച കർത്താവിൽ വിശ്വസിക്കുന്ന, വിശ്വാസ സ്നാനമേറ്റ ദൈവമക്കളുടെ മേല് അവൻ കൃപയാലുള്ള ആത്മാവിനെ അവൻ പിന്നെയും പകരുവാനിടയായി തീരും. അങ്ങനെ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തെ ഓർത്ത് കർത്താവിന് ഞാൻ മഹത്വം അർപ്പിക്കുകയാണ്. ഈ കൂടി വരവിനെ ഓർത്ത്, കടന്നു വന്ന മക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം പിന്നെയും അർപ്പിക്കുകയാണ്. ആമേൻ. പ്രത്യേകാല് നമ്മുടെ ദൈവസന്നിധിയിൽ അന്ന് കൂടി വന്നവരെ ഓർത്ത് ദൈവത്തിന് ഞാൻ പിന്നെയും മഹത്വം അർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളിലൊക്കെയും നമ്മുടെ ഓരോരുത്തരെയും ഓർത്ത് പരസ്പരം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രത്യേകാല് രോഗത്താൽ ഭാരപ്പെടുന്നവർ തക്ക സമയത്ത് കർത്താവ് വിട്ടുവീക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകാല റസ്ലമ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ ആയുസിൻ്റെ ആരംഭം മുതൽ ഈ നാളുകളോളം കർത്താവ് കരുതി നമ്മുടെ സഭയിൽ അടിപതറാതെ നിന്ന ഒരു പാത്രമായിരുന്നു അവരുടെ ഹല്ലേലൂയ ആത്മീയ ജീവിതം. ഹല്ലേലൂയ. പലരും പല ദിശയിലേക്ക് പിന്മാറിപ്പോയപ്പോൾ പിന്മാറാത്ത ഒരു പാത്രമാകുന്നു ആ ആത്മാവ്. അതുകൊണ്ട് അവരുടെ പ്രത്യാശയ്ക്ക്, അവരുടെ വിശ്വാസത്തിന് ഭംഗം വരാതിരിപ്പാൻ കർത്താവ് തക്ക സമയത്ത് തൻ്റെ ദൂതനയച്ച് വിട്ടുവീക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിക്കണം. അടിയൻ അവർക്ക് വേണ്ടി മധ്യസ്ഥ ഇത് പ്രാർത്ഥിച്ചു വരികയാണ്. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഈ രോഗം, ഈ ഭാരം വ്യസനത്തിനായിട്ടല്ല, മരണത്തിനായിട്ടല്ല, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വപരമായി തീരുവാൻ വേണ്ടിയാകുന്നു ഈ രോഗം അവരുടെ മേൽ വന്നിരിക്കുന്നത്. ഈ ഭാരം, ഈ ബുദ്ധിമുട്ടുകൾ, വേദനകൾ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി. പിന്നെ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഉത്തരമരുളുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവജനത്തിലൂടെ എന്താ ചിന്തിപ്പാനിടയ വിഷയമായിരുന്നത്? നമ്മൾ ചിന്തിപ്പാനിടയത് ആത്മാഭിഷേകം താൽ നിലനിൽക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവജനത്തോടെ ചിന്തിപ്പാനിടയിൽ തീർന്നത്. പ്രൈസ് ദി ലോർഡ്.
ആത്മാഭിഷേകത്താൽ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച മനുഷ്യൻ, ദൈവമനുഷ്യൻ നിലനിൽക്കും. അവൻ സിയോൻ പർവ്വതം പോലെ നിൽക്കും. ഒരു കൊടുങ്കാറ്റോ വ്യാധിയോ ആദിയോ ഒരു വ്യതകളും അവൻ്റെ മേൽ അടുക്കത്തില്ല. എല്ലാം അവൻ്റെ നിന്ന് വഴി മാറിപ്പോകും. ആയതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ ആത്മാവ് പ്രാപിക്കണം. അങ്ങനെ ആത്മാവ് പ്രാപിച്ചവനെ കുറിച്ചാകുന്നു ആത്മാഭിഷേകം പ്രാപിച്ചവനെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആത്മാഭിഷേകം പ്രാപിച്ചവർ പിന്നെയും പാപം ചെയ്താൽ ദൈവത്തിൻ്റെ ആത്മാവ് ദുഃഖിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കത്തില്ല. ആമേൻ. പാപം ചെയ്യാതെ എപ്പോഴും ദൈവത്തോടു കൂടെ നമ്മൾ വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ നടക്കുവാനിടയെ തീരും. ഒരു ദാവീദിനെ നടത്തിയ ഒരു കർത്താവ് നമ്മോട് നടുവിലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് ആമേൻ ഇന്ന് പകൽക്കാലത്തിൽ ദാവീദിന് പാപമോചനം കൊടുക്കുവാനിടയെ തീർന്നു. അത് എന്തിനെന്ന് ചോദിച്ചാൽ, ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷ, അവൻ്റെ ജീവിതത്തിൽ പാപം ഉണ്ടായപ്പോൾ അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിലും ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളിൽ എണ്ണിപ്പറയുവാൻ അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, പാപപരിഹാരമുണ്ട്. ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, എല്ലാ തലത്തിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതലുണ്ട്. അവൻ വിടുതൽ പകരും. അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ ഇടവരുത്തത്തില്ല. ഇന്ന് പകൽക്കാലത്തിൽ പ്രൈസ് ദി ലോർഡ്, ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിളിച്ചപേക്ഷിച്ചാൽ വിടുവിക്കപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വിളിച്ചപേക്ഷിച്ചാൽ വിടുവിക്കപ്പെടും. ഇതുപോലെ വിടുവിക്കുന്ന ഒരു ദൈവം ആരുള്ളൂ? ഒരിക്കൽ നെബൂഖദ്നേസറിന് അത് വെളിപ്പെടുവാനിടയിൽ തീർന്നു. തങ്കൽ ആശ്രയിക്കുന്നവർ, നെബൂഖദ്നേസർ പറയുകയാണ്, തങ്കൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിലുണ്ട്. അത് ലോകത്തിന് അതിൻ്റെ മോഹത്തിന് മറഞ്ഞിരിക്കുകയാണ്. ഇപ്രകാരം തന്നിൽ വിശ്വസിക്കുന്ന മക്കളെ വിടുവിക്കുന്ന വലിയൊരു ദൈവം, ആദ്യനും അന്ത്യനും ഭൂരാജാക്കന്മാർക്കും അധിപതിയും ഇരുന്നവനുമായ ദൈവം, പുരാതന സ്വർഗങ്ങളിൽ വാഹനമേറി വരുന്നവരാകുന്ന ദൈവം, ഇടിമുഴക്കത്തിന്റെ നടുവിൽ അഗ്നി ജ്വാലയിൽ വെളിപ്പെടുന്ന ദൈവം, തീയിൽ ഇറങ്ങി വരുന്ന ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് പകൽക്കാലത്തിൽ ആരാധിക്കുന്നത്. നമ്മൾ വെറുതെ കേവലം നിസ്സാരന്മാരൊന്നുമല്ല. ലോകത്തിന് നമ്മൾ പെന്തിക്കോസ്തുകാര് നിസ്സാരരെന്ന് തോന്നും. അങ്ങനെയല്ല. ലോകത്തിന് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് അവർക്ക് നിസ്സാരരെന്ന്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഉറപ്പും ധൈര്യമുള്ളവരാണ്. അവൻ ഒലയത്തില്ല. കാറ്റ് വന്നാൽ, കോള് വന്നാൽ അവനെ വഴി മാറിപ്പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമ്മളെ വിടുവിപ്പാൻ അവൻ ഇറങ്ങി വരും. ഏത് കഷ്ടങ്ങളുടെ നടുവിലായിരുന്നാലും, രോഗത്തിൻ്റെ നടുവിലായിരുന്നു, ഭാരത്തിൻ്റെ നടുവിലായിരുന്നു, നിന്ദയുടെ പരിഹാസങ്ങളുടെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ, ശൂന്യതകളുടെ നടുവിൽ, വിടുവിപ്പാൻ ആരുമില്ലാത്ത ഇടങ്ങളിൽ അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. ശകാരബലബ ഊടാലബ ശന്തരാദര. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വലിയ ദൈവമാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ മക്കള് ആമേൻ. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. അവരുടെ നിലവിളി ആമേൻ വെറുതെ വിളിച്ചപേക്ഷിച്ചതല്ല കേട്ടോ, നിലവിളിച്ചപേക്ഷിച്ചു. വിളിച്ചപേക്ഷിക്കുന്നതിലും അപൂർവമാണ് നിലവിളിക്കുക. ലാസ്റ്റ് വിളിയാണ് നിലവിളി. കർത്താവേ, ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളുടെ കാര്യങ്ങളെ ഒന്ന് പരിഹരിച്ച് തരണമേ. ഞങ്ങളെ അങ്ങ് അറിയുന്നുവല്ലോ,
അങ്ങ് ഞങ്ങളെ സഹായിക്കണം, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമെന്ന്. ഹല്ലേലൂയ. രക്ഷിക്കണമെന്ന് ഇസ്രായേൽ മക്കള് പറയുവാനിടയിൽ തീർന്നു. ഇസ്രായേൽ മക്കള് ആമേൻ എപ്പോഴാകുന്നു പറഞ്ഞത്? അവര് മിസ്രൈമിലെ അടിമത്വത്തിൽ, മിസ്രൈമിനെ ഭരിക്കുന്ന ഫറവോന്റെ അടിമത്വത്തിൽ അവരിയ്ക്കുമ്പോൾ ആമേൻ ആമേൻ ഹല്ലേലൂയ, അവിടെ മിസ്രൈം ഭരിക്കുന്ന ഫറവോന്റെ അടിമത്വ നിമിത്തം, അവൻ്റെ ആമേൻ മുഖഭാര നിമിത്തം, അവിടുത്തെ പീഡകൾ നിമിത്തം, അവിടുത്തെ കഷ്ടപ്പാട് കണ്ണുനീര് നിമിത്തം, അവിടുത്തെ ഞെരുക്കങ്ങൾ നിമിത്തം ആമേൻ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവത്തോട് നിലവിളിച്ചു, മക്കളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ആമേൻ ഹല്ലേലൂയ. അവർ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് സ്വർഗം ചായ്ച്ച് ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാനായി ഇറങ്ങി വരുവാനായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ എങ്ങനെയാണ് പോയത്? മിസ്രൈമിൽ കടന്നു പോയത് എങ്ങനെയാണ്? ആമേൻ പിതാക്കന്മാർ ചെയ്ത ആമേൻ പാപനിമിത്തം, ദൈവത്തോടുള്ള ലംഘന നിമിത്തം, ദൈവസന്നിധിയിൽ കഴിച്ച ആമേൻ കുറവുകൾ നിമിത്തം, പ്രാർത്ഥനാ കുറവുകൾ നിമിത്തം, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഉലച്ചിൽ നിമിത്തം ആമേൻ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കടന്നു പോകുവാനിടയിൽ തീർന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായി തീരുവാനിടയിൽ തീർന്നു. എന്നാൽ അടിമത്തത്തിലിരിക്കുമ്പോൾ ആമേൻ ഇസ്രായേൽ നിലവിളിപ്പാൻ തരായി തൻ്റെ ദൈവത്തോട്, തങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് വഴി നടത്തുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്നുള്ള വിശ്വാസത്താൽ ആമേൻ ഹല്ലേലൂയ, ആ വിശ്വാസത്താൽ അവർ വിളിപ്പാനിടയിൽ തീർന്നു. അവൻ വിളിച്ചപേക്ഷിപ്പാനിടയിൽ തീർന്നു. അവരുടെ വിളി ആമേൻ നിലവിളിയാകുവാനിടയിൽ തീർന്നു. ആമേൻ അതിൻ്റെ നടുവിൽ അവരുടെ ഹല്ലേലൂയ, അവരുടെ വേദനകളുടെ നടുവിൽ, അവരുടെ സങ്കടങ്ങളുടെ നടുവിൽ, അവരുടെ ഭാരങ്ങളുടെ നടുവിൽ, അവരുടെ രോഗങ്ങളുടെ നടുവിൽ, അവരുടെ ദുരിതങ്ങളുടെ നടുവിൽ, അവരുടെ കഷ്ടപ്പാടുകളുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വരുവാനിടയായി. ആമേൻ ആമേൻ. അങ്ങനെ അറിയുന്ന നമ്മൾ ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തെ, കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചാൽ അവൻ നമുക്ക് തക്ക സമയത്ത് ഉത്തരം നൽകുന്നവനാണ്, മറുപടി നൽകുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവങ്ങളെ, നമ്മോട് കൂടെ കർത്താവ് ഉണ്ടെന്ന്? അവൻ നമുക്ക് ആമേൻ നമ്മളെ സഹായിപ്പാൻ മതിയായ ദൈവം എത്ര പേർ വിശ്വസിക്കുന്നപ്പാ? ഓ ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ നാമത്തിൽ രക്ഷപ്പെടുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ ഭാഗ്യമുള്ളവരാണ്, വാഴ്ത്തപ്പെട്ടവരാണെന്നാണ് ദൈവവചനം പറയുന്നത്. ഇന്ന് പകൽക്കാലത്തിൽ ഹല്ലേലൂയ, ആ ദൈവത്തെ ആകുന്നു കർത്താവേ ഇവിടെ ഭക്തനാകുന്ന ദാവീദ് ആശ്രയിക്കുന്നത്. ആമേൻ. നമ്മളിന്ന് 51-ാം സങ്കീർത്തനം വായിപ്പാനിടയായി തീർന്നു. 51-ാം സങ്കീർത്തനത്തിൻ്റെ ആമേൻ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഭക്തനാകുന്ന ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്നതായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഭക്തനാകുന്ന ദാവീദ് അവിടെ പറയുന്നത് ആമേൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ പ്രഭാതത്തിൽ ആമേൻ ഈ വചനത്തെ എനിക്ക് ദൈവാത്മാവ് നൽകുവാനിടയിൽ തീർന്നു. ആമേൻ ആമേൻ ഹല്ലേലൂയ. 51-ാം സങ്കീർത്തനത്തിലെ ഭക്തനാകുന്ന ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ചില കാര്യങ്ങളെ അടിയൻ തന്നെ വായിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഇവിടെ പ്രാരംഭത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ഭക്തൻ പറയുന്ന ഒരു കാര്യം, ഒന്നാമത് പറയുന്ന കാര്യം, ദൈവമേ ആമേൻ സൃഷ്ടാവേ, ആമേൻ രക്ഷിതാവേ, ആമേൻ ഹല്ലേലൂയ, ആമേൻ നിന്റെ ദൈവത്തിൻ്റെ ദയയ്ക്കൊത്തവണ്ണം ആമേൻ. ഇവിടെ എന്താ പറയുന്നത്? നിന്റെ ദയയ്ക്കൊത്തവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാരംഭത്തിൽ പറയുന്നു ഭക്തൻ. നിന്റെ ദയയ്ക്കൊത്തവണ്ണം. ദൈവം എന്നൊക്കെ താവ് ദയാലു അല്ലേ? ഒത്തിരി ദയാലുവാണ്, കരുണയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, കനിവുള്ളവനാണ്, കൃപാലുവാണ്. ഹല്ലേലൂയ. അതൊന്നും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും വിവരിപ്പാൻ സമയമില്ല. അങ്ങനെ നമ്മളൊക്കെ നിൽക്കുന്നത്, ഈ കാലഘട്ടം നിൽക്കുന്നത് കൃപയാലാകുന്നു നിൽക്കുന്നത്. പുതിയ നിയമ കാലഘട്ടം കൃപയാലാണ് നിൽക്കുന്നത്, ദൈവത്തിൻ്റെ ദാന നിമിത്തമാണ് നിൽക്കുന്നത്. ഭക്തൻ എന്താ പറയുന്നത്? കൃപയാൽ
ദയയാൽ ദൈവത്തിന് സ്തോത്രം, ദയയാൽ കൃപയാൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം ഓർത്താം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൃപയാൽ, നമ്മൾ കൃപയാലാണെന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനം നിമിത്തം. അതുകൊണ്ട് ഇവിടെ ഭക്തൻ പറയുന്നു, ആമേൻ, ഞങ്ങൾ യോഗ്യരല്ല, മാനവരാശി യോഗ്യരല്ല, എത്ര ഭക്തനായിരുന്നാലും യോഗ്യരല്ല, ആമേൻ, ഹല്ലേലൂയ, യോഗ്യരുള്ളതല്ല. എന്നാൽ ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അതുകൊണ്ട് അന്ന് ഭക്തൻ അത് അപേക്ഷിച്ചത് കൊണ്ട്, വിളിച്ചപേക്ഷിച്ചത് കൊണ്ട്, ഈ നൂറ്റാണ്ടിൽ, ഈ കൃപായുഗത്തിൽ കർത്താവ്, ആമേൻ, ദൈവം തൻ്റെ പുത്രനെ അയച്ച് കൃപ ഈ ലോകത്തിലെ സകല മനുഷ്യർ കൃപയാൽ രക്ഷ നൽകുവാനിടയിൽ തീർന്നു. ന്യായപ്രമാണ കാലത്തിലാകുന്നു ദാവീദ് ഭക്തൻ നിലവിളിച്ചത്, വിളിച്ചപേക്ഷിച്ചത്. പക്ഷെ അതിന്റെ മറുപടി പുതിയ നിയമത്തിൽ കൃപയാൽ ഈ കാലഘട്ടത്തെ ദൈവം നൽകുവാനിടയായി തീർന്നു. നമ്മളൊക്കെ നിൽക്കുന്നത് കൃപയാലാകുന്നു നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെ ഈ ഭക്തൻ പറയുന്നു, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. നിന്റെ കരുണയുടെ, കർത്താവ് കരുണാമയനാണ്, കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ. നമ്മളെപ്പോഴും ലംഘനം ചെയ്തിട്ടുള്ള ഭൂമിയിൽ പാർക്കുന്ന മുഖ്യ പേരും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാക്കിനാലും വാക്കിനാലും പ്രവൃത്തിയാലും നോട്ടത്താലും ആമേൻ ലംഘനം ചെയ്യുന്നവരാണ്. പലപ്പോഴായി നമ്മൾ നിയമലംഘികളാണ്. അലംഘനം നമ്മുടെ ഇല്ല, അതില്ലെന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പാപമുള്ളവരാണ്. ഹല്ലേലൂയ. ദൈവഭക്തരിക്ക് പറയാനിടയിൽ തീർന്നു, ആമേൻ, കർത്താവേ, നീ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്താൽ എങ്ങനെ ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയത്തില്ല. ആമേൻ. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ ഓർക്കരുതേ, ഞങ്ങളുടെ ലംഘനങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങൾ ശുദ്ധരായി തീരേണ്ടത് ഈ സോപ്പ് കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് ഭക്തൻ പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഓർമ്മ വേണം. നമ്മുടെ പാപങ്ങളെ ഓർക്കാതെ നമ്മൾ പോയാൽ, നമ്മുടെ ലംഘനങ്ങളെ ഓർക്കാതെ പോയാൽ, നമ്മുടെ അകൃത്യങ്ങളെ ആമേൻ നമ്മൾ ഓർക്കാതെ പോയാൽ നമുക്ക് ശുഭം വരത്തില്ല. ഇന്ന് ഒത്തിരി പേര് ഇതൊക്കെ മറച്ചു വച്ചിട്ടാണ് ആമേൻ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നത്. രക്ഷിക്കപ്പെടത്തില്ല. ആമേൻ. പലയിടത്തും പോയാൽ ഇതാ രക്ഷ സൗജന്യമെന്ന് പറഞ്ഞ് വാരിക്കോരി കൊടുക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഭക്തൻ പറയുന്ന പ്രകാരം ദൈവസന്നിധിയിലൊന്ന് ഏറ്റു പറയുന്നവർക്ക് കർത്താവിൽ നിന്ന് കരുണ ലഭിക്കും. ദാവീദ് ഭക്തൻ തൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇസ്രായേലിന്റെ രാജാവാണ് എങ്കിൽ തന്നെയും അവനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാനിടയിൽ തീർന്നു. തൻ്റെ പാവങ്ങളൊന്ന് ഏറ്റു പറയുവാനിടയിൽ തീർന്നു. അത് നിമിത്തം അവൻ്റെ ജീവിതത്തിൽ അവന് കരുണ ലഭിച്ചു. അവനൊന്ന് ഏറ്റു പറഞ്ഞപ്പോൾ, അവനൊന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ അവന് കരുണ ലഭിച്ചു, കൃപ ലഭിച്ചു, ദയ ലഭിച്ചു. അവനോട് മനസ്സലി ഉണ്ടായി. ആമേൻ. ദൈവം കർത്താവ് ദൂതനെ അയച്ച്, പ്രവാചകനെ അയച്ച് അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പാപമോചനം നൽകി അന്ന് ദാവീദിന്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയി പാപങ്ങളെ പഴയ നിയമപ്രകാരം മോചിപ്പിച്ചു. അന്നൊരു പാപമോചനം നടന്നു. അവൻ എന്തിനിങ്ങനെ ചോദിച്ചാൽ, കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, പറയാതിരിക്കും കാലം നമുക്ക് ശുഭം വരത്തില്ല, നമ്മൾ വിടുവിക്കപ്പെടത്തില്ല. നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ചിന്താവിഷയം, വിളിച്ചപേക്ഷിച്ചാൽ വിടുതൽ പ്രാപിക്കും, വിടുവിക്കപ്പെടും. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ.
നമ്മൾ വിടുവിക്കപ്പെടും. ആമേൻ. നിങ്ങളുടെ ദൈവാസം പറയുന്നത് വിടുവിക്കപ്പെടും. വിടുതലില്ലാതെയില്ല. ആമേൻ. നഷ്ടം വരത്തില്ല, ഛേദം വരത്തില്ല. ഹല്ലേലൂയ, ആമേൻ എന്ന് ഭക്തൻ ഇവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ദൈവജനത്തിലേക്ക് പിന്നെയും നോക്കുമ്പോൾ ആമേൻ, പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ ആമേൻ നോക്കുമ്പോഴേക്ക് ആമേൻ 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 ഹല്ലേലൂയ പുസ്തകം നോക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, അവിടെ മിസ്രയീം, നമ്മൾ ഇസ്രായേൽ മക്കൾ ഒരിക്കൽ മിസ്രയീമിലായിരുന്നു എന്ന്. ഹല്ലേലൂയ, ആമേൻ. ആ ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരുന്ന സമയത്ത് ആമേൻ അവരുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകൾ നിമിത്തം ദൈവത്തോട് അവർ നിലവിളിച്ചു. ആമേൻ വിളിച്ചപേക്ഷിച്ചു. ദൈവം എന്ന കർത്താവരെ വിടിവിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നു. സ്വർഗം ചായ്ച്ചിറങ്ങി വന്നു. അവരെ വിടിവിപ്പാനായി മിസ്രയീമിൽ അകപ്പെട്ടിരിക്കുന്ന അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ വിടുവിച്ച് പാലും തേന് ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി, അവരെ രക്ഷിച്ച് രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി ആമേൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാകുന്നു മോശയെ ദൈവം തെരഞ്ഞെടുപ്പാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ, ആമേൻ. മോശയെ ദൈവം, നമുക്ക് ദൈവവചനം ഒത്തിരി കേട്ടിട്ടുള്ളവരാണ്, ഒത്തിരി അറിയാവുന്നവർ. മോശയെ തിരഞ്ഞെടുത്തു. എന്നാൽ മോശയെ തിരഞ്ഞെടുത്തുവെങ്കിലും ഇസ്രായേൽ മക്കൾ അടിമകളായിരിക്കുന്ന മിസ്രയീമിലാണ്. എന്നാൽ ദൈവം ആമേൻ മോശയെ മിസ്രയീമിലേക്ക് അയച്ചു. ആമേൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ജനത്തെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് ആമേൻ ദൈവത്തിനായിട്ട് ആമേൻ അവരെ കനാലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരെ നിയമിക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ. ആരൊക്കെയാണ്? മോശയെ അഹരോനെയും നിയമിക്കുവാനിടയിൽ തീർന്നു. അവര് ഹല്ലേലൂയ അങ്ങനെ മിസ്രയീം ഭരിക്കുന്ന ആമേൻ ഫറവോന്റെ അടുക്കല് അവര് ഇരുവരുമായിട്ട് കടന്നു ചെല്ലുവാനിടയിൽ. ആരൊക്കെയായിരുന്നു? മോശയും അഹരോനും. ഹല്ലേലൂയ. കടന്നു ചെന്നെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കളെ ഇപ്പോൾ അടിമയാക്കി വെച്ചിരുന്ന മിസ്രയീം രാജാവ് അടിമയാക്കി വച്ചിരിക്കുകയാണ്. ആ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കണം. ഹല്ലേലൂയ. മോശ ആരാണ്? ഇപ്പൊ മോശ അഹരോൻ രക്ഷകനാക്കി വച്ചിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. മോശയെ ഇസ്രായേലിന്റെ രക്ഷകനാക്കി ദൈവം ആമേൻ നിയമിച്ചു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അഹരോനെ പ്രവാചകനായിട്ടും ആമേൻ വെച്ചിരിക്കുകയാണ്. ആമേൻ. ഇരുവരും കൂടി ചെന്ന് ഫറവോനോട് പറഞ്ഞു, എൻ്റെ ജനത്തെ വിട്ടയക്കണം, എന്നെ ആരാധിപ്പാൻ മരുഭൂമിയിൽ ചെന്ന് ഇസ്രായേലിനെ ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. ദൈവം ഇപ്രകാരം കൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്രകാരം എൻ്റെ ജനം, എൻ്റെ മക്കൾ, എൻ്റെ ആദ്യജാതൻ എന്നെ ആരാധിപ്പാൻ അവരെ വിട്ടയക്കണം. ആമേൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ ഫറവോൻ ചോദിച്ചു, ആമേൻ, ആമേൻ, ദൈവം കൽപ്പിക്കുന്നു, യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ വിട്ടയപ്പാൻ ആമേൻ ഞാൻ ആമേൻ യഹോവയുടെ ആമേൻ വാക്ക് കേൾക്കുവാൻ, യഹോവയുടെ കൽപ്പന കേൾക്കുവാൻ അവൻ ആര്? ഹല്ലേലൂയ. യഹോവയെ ഞാൻ അറിയുന്നില്ല. ഫറവോൻ പറയുന്ന കാര്യമാണ്, യഹോവയെ ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ. ആ വചനം ഒന്ന് വായിച്ചാലും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അവരെ വിട്ടയച്ചതുമില്ല. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അറിയാതിരിക്കുന്ന ജനത്തിന്റെ നടുവില് ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവരെ ദൈവം യഹോവയെ അറിയുന്നില്ല എന്ന് പറയുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുറപ്പാട് പുസ്തകം 3:7 വായിച്ചാലും. പുറപ്പാട് പുസ്തകം 3:7 യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ട് ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന. അങ്ങനെ കർത്താവ് ഇറങ്ങി വന്നത് തന്റെ ജനത്തെ രക്ഷിച്ച്
ആമേൻ ആമേൻ. ഇന്ന് ശിക്ഷിക്കപ്പെട്ട് ഞെരുങ്ങി ഭാരപ്പെട്ട് നിലവിളിക്കുന്ന ഒരു സമൂഹത്തെ, ദൈവമക്കളെ, ദൈവത്തിനു വേണ്ടി ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നവരെ വിടുവിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് കർത്താവ് ഇറങ്ങി വന്നത്. അതുകൊണ്ട് അല്ലാതെ മിസ്രൈമിൽ പാർക്കുന്നവരെ വിടുവിക്കുവാൻ വേണ്ടിയല്ല യഹോവ ഇറങ്ങി വന്നത്. യഹോവ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കും ഇസ്രായേൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ വിടുവിപ്പാൻ വേണ്ടിയാകുന്നു. ഹല്ലേലൂയ. ഇറങ്ങി വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഓ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ആമേൻ ഹല്ലേലൂയ 13-ാം അധ്യായം അതിന്റെ 11 വായിച്ചാലും 13:10. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള ആമേൻ. അതിന്റെ നടുവിൽ ആമേൻ നമ്മൾ നോട്ട് ചെയ്ത വചനങ്ങളൊക്കെ ആകുന്നത് നല്ല കീഴൊക്കെ ആയിപ്പോയി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ മിസ്രൈം എന്ന് പറയുന്നത് എന്താണ്? മിസ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്രൈമിനെ ഭരിക്കുന്നത് ഫറവോനാണ്. ഹല്ലേലൂയ. മിസ്രൈം നമ്മളെല്ലാവരും ഒത്തിരി കേട്ടിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മിസ്രൈമിനെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇസ്രായേലിനെയും മിസ്രൈമിനെ കുറിച്ച് രാപ്പകൽ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. ഇസ്രായേലിനെ കുറിച്ച് നമുക്കറിയാം. ഇസ്രായേൽ ദൈവത്തെ ആരാധിക്കും, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നവരാണ് ഇസ്രായേൽ. എന്നാൽ മിസ്രൈം ആരെന്ന് ദൈവാത്മാവ് ആമേൻ എന്നോട് ഇടപെടുവാനിടയിൽ തീർന്നു. മിസ്രൈം എന്ന് പറയുന്നത് ആമേൻ മിസ്രൈമ്യർ ഒത്തിരി സമൃദ്ധിയിലിരിക്കുന്നവരാണ്. മിസ്രൈമ്യർ ഹല്ലേലൂയ. ഒത്തിരി സമൃദ്ധിയിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സമൃദ്ധിയിലൊന്നും അല്ല, ഒത്തിരി ഞെരുക്കത്തിലൊക്കെ ഇരിക്കുന്ന, ഒത്തിരി ഭാരത്തിൽ, ഒത്തിരി വേദനകളിലൊക്കെ ഇരിക്കുന്ന, ഒത്തിരി പ്രയാസങ്ങളിൽ, ഒത്തിരി കഷ്ടങ്ങളിലിരിക്കുന്നവരാണ് നമ്മളൊക്കെ ഓരോരുത്തരും. എന്നാൽ മിസ്രൈമ്യർ എന്ന് പറയുന്നത് അവരൊത്തിരി സമൃദ്ധിയിലാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്നാൽ സമൃദ്ധി കൂടിയാൽ വലിയ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. സമൃദ്ധി കൂടിയാൽ, സമൃദ്ധി കുറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി കൂടിയാൽ ആമേൻ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കത്തില്ല. നമ്മൾ അടിച്ച് പൊളിച്ച് ലോകപ്രകാരം തിന്തം കുടിച്ച് ആനന്ദിച്ചും ലോകപ്രകാരം സമ്പാദിച്ചും ലോകപ്രകാരമുള്ള സുഖലോഭിതമായി നമ്മളെ നടക്കുവാനിടയിൽ തീരും. നേരെ മറിച്ച് ഹല്ലേലൂയ ഒത്തിരി ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഒത്തിരി രോഗവും ഭാരവും ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ട. ആമേൻ. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നു. ആമേൻ. അവിടുത്തെ സമൃദ്ധിയുടെ നടുവിൽ അവർ തിന്നും കുടിച്ചു ആനന്ദിച്ചു അങ്ങനെ ഇരിക്കുവാനിടയായിരുന്നു. പക്ഷേ ദൈവത്തിന് ആരാധനയില്ല. കാരണം എന്തോന്ന് ചോദിച്ചാൽ, എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ ദൈവമുണ്ട്, നമ്മുടെ സൃഷ്ടാവായ ദൈവമുണ്ട്, പക്ഷേ അവിടെ ആരാധനയില്ല. ആമേൻ. അവിടുത്തെ ഫറവോൻ പറയുന്നത് യഹോവയെ എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ്. ആ യഹോവയെ സൃഷ്ടാവായ ദൈവത്തെ അറിയത്തില്ലെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആമേൻ തൻ്റെ ജനത്തെ ഇസ്രായേലിനെ വേർതിരിക്കേണ്ടത് ദൈവപദ്ധതിയാണ്. ദൈവത്തിൻ്റെ ആമേൻ ദൈവിക ആമേൻ ഹല്ലേലൂയ നടത്തിപ്പാണ്, ദൈവിക ആവശ്യമാണ്. ഹല്ലേലൂയ. അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ഞാൻ യഹോവയെ അറിയുകയില്ല. ആമേൻ. മതി. യഹോവയെ അറിയാത്ത ഒരു ജാതിയുടെ നടുവിലാണ്, മിസ്രൈമ്യരുടെ നടുവിലാണ് ഇസ്രായേൽ മക്കൾ അവിടെ ആയിരുന്നത്. എന്നാൽ അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. അവരെ വിടുവിച്ചു. ആമേൻ. അറിയാത്ത ആമേൻ ഹല്ലേലൂയ അവരുടെ ഇടയിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. എന്നാൽ മിസ്രൈമ്യർ പ്രകാരം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ നടുവിലെന്ന് പറഞ്ഞല്ലോ. സമൃദ്ധി കൂടിയാൽ ദൈവത്തേക്ക് അങ്ങോട്ട് വിട്ടുപോകുന്നു ഞാൻ പറഞ്ഞുവല്ലോ. ഹല്ലേലൂയ. സമൃദ്ധിയിരിക്കുന്ന ഒത്തിരി രാഷ്ട്രങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ദൈവത്തെ ആമേൻ അവരൊക്കെ വിട്ടുകളയും. ഒത്തിരി രാഷ്ട്രങ്ങൾ ദൈവത്തെ വിട്ടുകളഞ്ഞിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ചൈനക്കാരെ പോലെ ചൈന പ്രകാരമാണ്. ചൈനയിൽ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. ആമേൻ. ചൈന ഒത്തിരി സമൃദ്ധമായ ഒരു രാജ്യമാണ്. അവിടുത്തെ മണ്ണ് കറുത്ത മണ്ണാണ്. അതിൽ ഭൂഷ്ടമായ വളക്കൂറുള്ള മണ്ണാണ്. അവരുടെ യന്ത്രസാമഗ്രികൾ കൊണ്ട് ഒന്ന് ഇളക്കി മറിച്ച് മണ്ണൊന്ന് ഇളക്കി മറിച്ച് വിതച്ചാൽ
നൂറുമേനി അവരെ കൊയ്തെടുക്കുവാനിടയിൽ തീരും. അങ്ങനെ ഒത്തിരി ദൈവം അവരെ അനുഗ്രഹിച്ചിട്ട് അവര് ആമേൻ തിന്നുകൊടി പൊടിച്ച് ആമേൻ ആ സമൃദ്ധി അനുഭവിച്ച് ദൈവത്തെ മറന്നിരിക്കുന്ന ഒരു തലമുറയാണ് ചൈനയിലുള്ളത്. ചൈനയിൽ ആമേൻ ക്രിസ്തു മതത്തിനോ അല്ല ക്രിസ്ത്യാനികൾക്ക് സ്ഥാനമില്ല. അങ്ങനെയുള്ളവരെയൊക്കെ ജയിലിലടയ്ക്കണമെന്നാണ് അവിടുത്തെ രാഷ്ട്രത്തലവന്മാർ പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. അവിടുത്തെ ജനത്തിന് വേണ്ടുന്ന എല്ലാ നന്മകളും അവിടുത്തെ രാഷ്ട്രത്തലവന്മാർ കൊടുത്തുകൊള്ളാം. വൈദ്യസഹായമാണെങ്കിൽ അങ്ങനെ, ജോലിയാണെങ്കിൽ അങ്ങനെ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. മറ്റ് ആമേൻ ശത്രു സംബന്ധിച്ചുള്ള സംരക്ഷണമാണെങ്കിൽ അങ്ങനെ, എല്ലാ തലത്തിലും അവർ മുന്നിലാണ്. എല്ലാ തലത്തിലുമുള്ള കെയർ അവർ നൽകുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് മനുഷ്യർക്ക് പെട്ടെന്ന് ധിക്കരിക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, ഇന്ന സംരക്ഷണങ്ങൾ ചെയ്യുന്നില്ലല്ലോ, ഇന്ന കാര്യങ്ങൾക്ക് സംരക്ഷണം ചെയ്തില്ലല്ലോ രാജാവേ എന്ന് പറയാൻ പറ്റത്തില്ല. ആമേൻ. ആയതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ രാഷ്ട്രത്തലവന്മാർ പറയുന്നത് കേട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ നാളുകളിൽ കൊറോണ എന്ന മഹാമാരി, കോവിഡ് എന്ന മഹാമാരി അവരുടെ മേൽ ദൈവം ഇടുവാനിടയിൽ തീർന്നു. അവരെ ശിക്ഷിക്കുവാനിടയിൽ തീർന്നു. ശിക്ഷിക്കാനിടയിൽ തീർന്നപ്പോൾ ആമേൻ ക്രിസ്ത്യാനിയും ക്രിസ്തീയ വിശ്വാസമൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആ രാജ്യത്തിൽ ഹല്ലേലൂയ, ആമേൻ, അവിടുത്തെ ആമേൻ കോവിഡ് വന്ന് ഒത്തിരി പേര് ആ രാജ്യത്തിലുള്ളവർ തന്നെ അധിപന്മാർ കൊന്നൊതുക്കിയപ്പോൾ ഒത്തിരി പേര് മരിച്ചു വീഴുന്നപ്പോൾ ദൈവാന്ന കർത്താവ് അവർ സംഹാരത്തിന് അയച്ചപ്പോൾ ആമേൻ ഒത്തിരി യുവാക്കൾ യൗവനക്കാർ ആമേൻ ക്രിസ്തീയ വിശ്വാസ പ്രമാണമാകുന്ന വേദപുസ്തകം അവർക്ക് കിട്ടിയപ്പോൾ ആമേൻ അവർ വാരി മാർവോട് ചേർത്തുകൊണ്ട് ഓടുന്ന രംഗം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എല്ലാവരുടെ ജീവിതത്തിൽ ദൈവമുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിച്ചാൽ വിടുവിക്കപ്പെടും. അങ്ങനെ ദൈവത്തിങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് വന്ന സമയത്ത്, കൊറോണ വന്ന സമയത്തിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിപ്പാൻ ആമേൻ ഇടയായി തീർന്നു. അവിടെ ആമേൻ രാജാക്കന്മാരുടെ വിലക്കുകൾക്ക് അല്പം ഭേദഗതി വന്നു. അവർ തങ്ങളുടെ ദൈവങ്ങളെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ദൈവത്തെ, നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ മഹാമാരി അങ്ങോട്ട് മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മൾ ദൈവജനം നോക്കുമ്പോഴല്ലോ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവിടെ ഈ സ്തോത്രം, ചൈനയിൽ ഒത്തിരി പേര് മരിച്ചു എന്ന് നമുക്ക് കോവിഡ് സമയത്ത് കാണുവാൻ കഴിയും. ദൈവം നശിപ്പിച്ചതാണത്. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാതെ ആമേൻ ലോകപ്രകാരം ലോക സമൃദ്ധിയിൽ ജീവിച്ചത് കൊണ്ടാകുന്നു അങ്ങനെ ചെയ്യുവാനിടയിൽ തീർന്നത്. എന്നാൽ അബ്രഹാമിൻ്റെ ഒരു കാലത്ത് നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ അബ്രഹാമിൻ്റെ കാലത്ത് നോക്കിയാൽ, അബ്രഹാമിൻ്റെ ഹല്ലേലൂയ സഹോദരനാകൻ ലോത്ത് സമൃദ്ധമായ ഭൂമി തിരഞ്ഞെടുത്തു. അവർ രണ്ടുപേരും ആത്മീയ യാത്രയിൽ, തങ്ങളുടെ ക്രിസ്തീയ യാത്രയിൽ ആമേൻ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ആമേൻ അബ്രഹാമും തൻ്റെ സഹോദരനായ ലോത്തും ഇങ്ങനെ ദൈവം വിളിച്ച് പുറപ്പെട്ടു. ദൈവം ആമേൻ അബ്രഹാം ആമേൻ പർവ്വതം തിരഞ്ഞെടുത്തു, മല തിരഞ്ഞെടുത്തു, അവിടെ ആരാധനാലയങ്ങൾ പണിത് അവർ അവിടെ ആരാധന നടത്തുവാനായിട്ട്. എന്നാൽ ലോത്ത് ആമേൻ അവിടെ ഉള്ള സമൃദ്ധമായ ഭൂമികൾ, നീരോട്ടമുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്തു. അങ്ങനെ അവിടെ ലോത്ത് തിരഞ്ഞെടുത്ത പട്ടണങ്ങൾ ആമേൻ ദേശം നീരോട്ടമുള്ള സ്ഥലങ്ങളൊക്കെയും വളപുഷ്ടിയുള്ള എന്തെങ്കിലും നട്ടാൽ ഉണ്ടാകുന്ന ആ പ്രദേശമൊക്കെയും നന്നായി വിളഞ്ഞു. അവിടെ ആ വിളവ് അനുഭവിച്ചിരുന്ന മനുഷ്യരൊക്കെ ദുഷ്ടന്മാരും ദൈവം കണ്ടു. അവരെ ദൈവം നശിപ്പിക്കാനിടയിൽ തീർന്നു. അവിടെ ഉണ്ടായിരുന്ന ദൈവത്തിൽ വിശ്വസിച്ച നീതിമാനാകുന്ന ലോത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ ദേശത്തെ ഉന്മൂലനാശം ദൈവം ചെയ്തു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ദൈവമേൻ. എന്നാൽ പറഞ്ഞൊരു സാരാംശം എന്ന് പറഞ്ഞാൽ ആമേൻ മിസ്രൈമിലിരിക്കുന്ന മനുഷ്യർ ദൈവത്തെ അറിയാതെ തിന്നും കുടിച്ചും ആനന്ദിച്ചും ലോകപ്രകാരമുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ച് കടന്നു പോകുന്നവരാണ്. ഹല്ലേലൂയ. അവിടുത്തെ ഫറവോൻ പറയുന്നത്, എനിക്ക് ദൈവത്തെ, നിന്റെ യഹോവയെ അറിയുന്നില്ല, ഞങ്ങൾക്കറിയത്തില്ല. പിന്നത്തേൽ കർത്താവ് പറഞ്ഞു, അവന് ഞാൻ അറിവ് കൊടുക്കുക, ഞാൻ ആരെന്ന് അവൻ ദൈവം അറിയുമെന്ന്, അവൻ അറിയുമെന്ന് പറഞ്ഞു. അല്ലേ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 29 വായിക്കുമ്പോൾ അങ്ങനെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാതെ, കർത്താവിനെ തിരസ്കരിക്കുന്ന, തള്ളിപ്പറയുന്ന, കർത്താവിനെ അറിഞ്ഞുകൂടുന്ന, രക്ഷിതാവിനെ അറിഞ്ഞുകൂടെന്ന് പറയുന്ന കർത്താവ് ആരാണ്? കർത്താവ് യേശു. ആമേൻ, ആമേൻ. ആരാണ്? യഹോവ. ആമേൻ. ഈ യഹോവ ആരാണ്? യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യഹോവ എന്ന വാക്കിന് അർത്ഥം രക്ഷകൻ എന്നാകുന്നു. അല്ലല്ലോ, ആ രക്ഷകനെ ഇപ്പൊ മിസ്രൈമിൽ അറിഞ്ഞുകൂടാ, ഇസ്രായേലിൽ അറിയാം കേട്ടോ. ഇസ്രായേലിൽ രക്ഷകനാണെന്ന്. യഹോവ എന്ന വാക്കിനർത്ഥം
രക്ഷകൻ എന്നാകുന്നു. എന്നാൽ യേശു എന്ന വാക്കിനർത്ഥം എന്താകുന്നു? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, പാപപരിഹാരകൻ. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് യേശു. മാനവരാശിയുടെ പാപത്തിന് പരിഹാരകനായിട്ടാണ് യേശു ലോകത്തിൽ അവതരിച്ചത്. സർവ്വ മനുഷ്യരുടെയും പാപത്തെ പോക്കി അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് രക്ഷിപ്പാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ അവതരിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, പിതാവായ ദൈവമാകുന്ന രക്ഷകനെ മിസ്രയീമ്യർക്ക് അറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, അറിയത്തില്ലെന്ന് മോശയോട് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവം പറയാണ്, പിന്നെയും അവരോട് സംസാരിക്കുകയാണ്. ദൈവം ആമേൻ ഇവിടെ ഒരു രക്ഷകൻ ഉണ്ടെന്ന്, ആമേൻ, ഹല്ലേലൂയ, രക്ഷിപ്പാനും ശിക്ഷിപ്പാനും മതിയായ ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് മിസ്രയീമ്യർ അറിയുമെന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 29-30 വചനങ്ങൾ വായിക്കുമ്പോൾ അതൊന്ന് വായിച്ചാൽ, പുറപ്പാട് പുസ്തകം 12-ന്റെ അബ്രഹാമും സഹോദരനും ഭാര്യമാരെ എടുത്തു. അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് പുറപ്പാട് പുസ്തകം 12-ന്റെ 29 തന്നെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 12-ന്റെ 29-30. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ ഉണ്ട്രയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കളിജൂലൊക്കെയും എല്ലാം യഹോവ സംഹരിച്ചു. പിന്നെ വായിക്കണം. ആമേൻ. അവിടെ ആമേൻ ദൈവത്തെ, സൃഷ്ടാവിനെ, ആമേൻ സൃഷ്ടിതാവിനെ അറിയാത്തൊരു ജനം മിസ്രയീമിലുണ്ടായിരുന്നു. ആമേൻ. അതിന് അധിപതിയാണ്, മിസ്രയീമിൻ്റെ അധിപതിയാണ് ഫറവോൻ. ഫറവോൻ പറഞ്ഞു, എനിക്ക് ആമേൻ യഹോവയെ അറിയത്തില്ല, അതുകൊണ്ട് ദൈവം ഒരു സംഹാരകത്തിനെ അടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു. ആമേൻ. ചൈനയിൽ കൊറോണ അങ്ങോട്ട് അടിച്ചിട്ട് കൊടുത്തതുപോലെ, ആമേൻ, ഹല്ലേലൂയ, ദൈവം ആമേൻ ചൈനയിൽ കൊറോണ അങ്ങോട്ട് അടിച്ചിട്ട് കൊടുത്തപ്പോൾ ആമേൻ ചൈനക്കാരൊക്കെ നെട്ടോട്ട ഓടാണ്. ഈ കൊറോണ എവിടെ നിന്നാണ് വന്നത്? എലിയിൽ നിന്നോ, പുലിയിൽ നിന്നോ, പൂച്ചയിൽ നിന്നോ, പഴുതാരയിൽ നിന്നോ, തൊലിയിൽ നിന്നോ, തൂണിൽ നിന്നോ, തുരുപ്പിൽ നിന്നോ? ചൈനക്കാരൻ നെട്ടോട്ടമാണ്. മൈക്രോസ്കോപ്പുകൾ കൊണ്ട് ഓടയാണ് 4 വഴിക്ക്. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാണ് വന്നത്? ചിലപ്പോൾ വവ്വാലിൽ നിന്ന് വന്നതായിരിക്കും. ആമേൻ എന്ന് പറഞ്ഞ് മൈക്രോസ്കോപ്പുകൾ കൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ അവർ കണ്ടെത്തിയത് ചൈനയിലെ വുഹാൻ എന്ന് പറഞ്ഞ പ്രദേശയിൽ മാർക്കറ്റിൽ നിന്ന് വന്നത് അവർ കണ്ടെത്തി. അടയാളം തിരയുന്ന ഒരു തലമുറ. കർത്താവെന്ന് പറഞ്ഞു, അടയാളം തിരയുന്ന തലമുറ കാണത്തില്ല. അടയാളം തിരയുന്നു ഞാൻ, അടയാളം തിരയുന്നവർ കാണുകയില്ല. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ഗ്രഹിക്കണം, ദൈവം കൊണ്ട് തിരിച്ചറിയണം. അപ്പോഴേ സംഹാരകൻ മാറിപ്പോകുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ആമേൻ. അതുവരെ ഈ ബാധ ഉണ്ടാകും. ആമേൻ. ചൈനക്കാർ വരുന്ന ഉടനെ തന്നെ ചൈന അവിടെയൊക്കെ കൊണ്ടുവന്ന് സാനിറ്റൈസറും, ആമേൻ, ഹല്ലേലൂയ, എന്തൊക്കെ അടിച്ചു. എന്താ അടിച്ചത്? ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഔഷധത്തിൻ്റെ പേരെന്താണ്? സാനിറ്റൈസർ അല്ലേ? ട്രാൻസ്ലേറ്റ് കൊണ്ടൊക്കെ അടിച്ച് അവിടെയെല്ലാം ശുദ്ധീകരിക്കാനിടയാണ്. ആ ലോകത്തേക്ക് ശുദ്ധീകരിക്കാൻ ആരും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ലോകപ്രകാരം ഇരിക്കുന്നവരാണ്. എന്നാൽ ദൈവമാണ് ഇതൊക്കെ അയച്ചതെന്ന് അവനൊന്ന് ഓർക്കുവാൻ തുടങ്ങി, ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാൻ തുടങ്ങുമ്പോഴേ ആമേൻ ആ വ്യതകളങ്ങ് മാറിപ്പോവാനിടയിൽ തീർന്നു. ആമേൻ. ആ കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുന്ന ചൈനയില് ആമേൻ ആ കോവിഡ് കാലഘട്ടത്തിൽ അവിടെയുള്ള യുവാക്കള് അങ്ങോട്ട് ബൈബിളൊക്കെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ട് കർത്താവേ എന്ന് പറഞ്ഞൊരു ഒറ്റ വിളി. കർത്താവ് നിലവിളി കേട്ടു. അവരുടെ വിളിച്ചപേക്ഷിച്ച് അപേക്ഷ കേട്ടു. കോവിഡ് അങ്ങോട്ട് മാറ്റി കേട്ടോ. എങ്കിലും ചില അവിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്ന പിന്നെയും കോവിഡ് വന്നു. ആമേൻ. കോവിഡ് അങ്ങോട്ട് മാറുമ്പോൾ പിന്നെയും ആമേൻ മനുഷ്യൻ്റെ ഹൃദയം അങ്ങോട്ട് കഠിനപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഠിനപ്പെടുകയാണ്. വ്യാധി പോയല്ല ഇനി ആമേൻ വാക്ക് ചോക്ക് വേണ്ടാൻ കേട്ടോ. ഇനി ദൈവവും വേണ്ട, ആരും വേണ്ട. നമ്മൾക്ക് അങ്ങോട്ട് നാടോടുമ്പോൾ നടുകെ അവിടുത്തെ ഇറച്ചികളെ തീറ്റയൊക്കെ അറിയാമല്ലോ. എലിയും പുലിയൊക്കെ തിന്നുന്ന ആൾക്കാരാണ്. പാമ്പ് വഴുതാരെയൊക്കെ വെട്ടുക്കിളിയൊക്കെ വറുത്തുറങ്ങി തിന്നുന്ന സ്ഥലമാണ്. എല്ലാ മൃഗങ്ങളെയും എല്ലാ ജീവികളെയും തിന്നുന്ന ഒരു സ്ഥലമാണ്
ആമേൻ. മറ്റൊന്നും നല്ല നല്ല ആഹാരങ്ങളില്ലാഞ്ഞിട്ടാണ് പന്നിയിറച്ചിയൊക്കെ ഓരോരുത്തരും ഓരോ പന്നിയെ ആമേൻ ഹല്ലേലൂയ ചുട്ടെടുത്ത് തിന്നുകളെ. അങ്ങനത്തെ പലതരത്തിലാണ് അവരുടെ രീതി. നമ്മൾ പാവപ്പെട്ട നമ്മൾ പോലും അവരിത് അങ്ങനെയൊക്കെ നമ്മൾ തിന്നത്തില്ല. അത് നികിഷ്ടമാണ് അവർ തിന്നുന്നത്. നികിഷ്ടമായിട്ട് പലതിനെയും വറുത്തു പറക്കി തിന്നുന്നുണ്ട്. അവരെ ദൈവം നികഷ്ടബുദ്ധിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവം കാത്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. കാത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ സങ്കീർത്തനം എന്താ പറയുന്നത്? ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, ഭയങ്ങുന്നില്ല. അവൻ നിന്റെ പരിപാലകൻ. അവൻ നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുന്നില്ല. എന്തിനെന്ന് ചോദിച്ചാൽ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട്, ദൈവത്തോട് ഇടപെടാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, വിളിച്ചപേക്ഷയാണ് പ്രാർത്ഥന. നിന്റെ പേരൊരു പ്രാർത്ഥനയുണ്ട്. ആയത് നിമിത്തമാണ് ആമേൻ അല്ലെങ്കിൽ നിന്റെ ദൈവം കെയർ ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവദാസി വായിച്ച എടുത്ത വചനം വായിച്ചാലും അവിടെ ആമേൻ ഹല്ലേലൂയ നമ്മൾ വായിച്ച ഭാഗത്ത് വരുമ്പോൾ ഫറവോൻ ധിക്കരിച്ച് നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ, സൃഷ്ടാവിനെ തിരിച്ചറിയാതെ ലോകപ്രകാരം ഇരിക്കുന്ന ഒരു ഫറവോന്റെ നേരെ ദൈവം കോപമുണ്ടായി. ദൈവം അവിടെ ഒരു ബാധയൊക്കെ അടിച്ചിട്ട് കൊടുത്തു. സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും ഇസ്രായേൽ ദേശത്തിലെ ആദ്യജാതനൊക്കെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഗ്രഹിച്ചു. ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രൈമിലും രാത്രിയിൽ എഴുന്നേറ്റ് മിസ്രൈമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ആമേൻ. സോദരൻ ഹല്ലേലൂയ. അങ്ങനെ മിസ്രൈമിലെ ആമേൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തുടങ്ങി താഴേക്കിടയിലുള്ള സകലരുടെയും ഭവനങ്ങളിൽ ആമേൻ ദൈവം അങ്ങോട്ട് ബാധയടിച്ച് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് സംഹാരമുണ്ടായി. സംഹാരമുണ്ടായപ്പോൾ ആമേൻ ഇതെന്താണ് സംഭവിക്കുന്നത്? സംഹാരം. മിസ്രൈം ദൈവത്തെ ആരാധിക്കേണ്ടവരുടെ ജീവിതത്തിൽ സംഹാരം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങളെ കൊണ്ട് എറിഞ്ഞിട്ട് കൊടുത്തപ്പോൾ ചൈനക്കാർ വിളിച്ചതുപോലെ അങ്ങോട്ട് ആമേൻ ആമേൻ ഒരു വിളി അങ്ങോട്ട് ഒരു നിലവിളി അങ്ങോട്ട് വിളിപ്പാരുടെ തീർന്നു. മിസ്രൈമിയർ മൊത്തം ഒരു ഒറ്റ നിലവിളി. അയ്യോ ഹല്ലേലൂയ, അയ്യോ എന്നൊരു വിളി. അതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. അയ്യൻ എന്ന് പറഞ്ഞ ആരാണ്? ദൈവം. തമിഴില് അയ്യാന്ന് പറഞ്ഞ ദൈവമേ അയ്യാ കാപ്പാറ്റുക. ആമേൻ. രക്ഷകൻ, നമ്മുടെ ദൈവമാണ് രക്ഷകൻ. ദൈവമേ രക്ഷിക്കണമെന്ന് പറയുന്നത് കാപ്പാറ്റുക. ആമേ. കന്നഡ ദേവരസ്വാമിയെ ദേവർ എന്നാണ് കന്നഡ ഭാഷയിൽ പറയുന്നത്. ദേവര്. ഹാലയിൽ ഞാൻ കന്നഡ സ്റ്റേറ്റിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. കന്നഡയൊക്കെ കുറേ വെച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ നിന്നൊക്കെ വിട്ടു പോന്നിട്ട് കുറേ കാലമായി. അതുകൊണ്ട് ആമേൻ ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം, അവിടുത്തെ കാര്യാദികളൊക്കെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതങ്ങോട്ട് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വേഗത്തിൽ നമുക്ക് വിരാമത്തിലേക്ക് കടന്നു പോകേണ്ടതുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഫറവോനും സൈന്യവും ഫറവോൻ ഹല്ലേലൂയ ആമേൻ ദൈവം ആരെന്ന് അറിയൂ. പിന്നെയും ഒരിക്കലായിട്ട് അവൻ നിലവിളിച്ചു. പിന്നെയും ദൈവത്തെ എന്തൊക്കെ അവൻ്റെ അടുത്ത് ചെയ്തിട്ടും അവൻ്റെ സമൃദ്ധിയൊക്കെ ഒത്തിരി നമുക്കറിയാം. മിസ്രൈമിയുടെ മേൽ ഇസ്രായേലിനെ പുറപ്പെടുവിക്കാൻ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി എത്ര ബാധയാണ് അയച്ചത്? മിസ്രൈമിൽ 10 ബാധ അയച്ചു. 10 ബാധ അയച്ചിട്ടും മിസ്രൈമിയർ പഠിച്ചില്ല കേട്ടോ. ദൈവത്തെ ആരാധിക്കാത്തവർ പഠിച്ചില്ല. ഒടുവിലത്തെ ബാധയായിരുന്നു അവരുടെ കടിഞ്ഞൂൽ സംഹാരം. കടിഞ്ഞൂൽ സംഹാരത്തിലൂടെ ദൈവം ആമേൻ മിസ്രൈമിനെ പിടിച്ചു കുലുക്കി. ആമേൻ. അങ്ങനെ വന്നപ്പോഴാകുന്നു ഇസ്രായേലിനെ അവിടെ നിന്ന് വിട്ടുകൊടുത്തത്. ആമേൻ. മോശയ്ക്ക് അഹരോനും ആമേൻ നിങ്ങൾ നിന്റെ ജനത്തെ കൊണ്ടുപോയിക്കൊള്ളി എന്ന് പറഞ്ഞു. ആദ്യം ഒരുപാട് ഉപാധികളൊക്കെ പറഞ്ഞു. നിങ്ങൾ മാത്രം പോയി, നിങ്ങൾ മറ്റുള്ളതൊന്നും കൊണ്ടുപോകരുത്, നിങ്ങൾ പോയി ആരാധിച്ചിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞ്. അതിന് മോശ പറഞ്ഞ് ആമേൻ ഞങ്ങൾ മാത്രം പോകാനുള്ള, ഞങ്ങൾ എല്ലാം ആമേൻ നമ്മളുടെ എല്ലാമായിട്ടാണ് 3 ദിവസത്തെ ആരാധന മരുഭൂമിയിലുണ്ട്, അവിടെ ചെന്ന് ആരാധിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് അവിടെ നിന്ന് പുറപ്പെടുവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മാത്രവുമല്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ പിന്നെയും കഠിനപ്പെട്ട ദൈവത്തെ ധിക്കരിച്ച, ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് തക്ക മഹത്വം കൊടുക്കാതിരുന്ന ഹല്ലേലൂയ ഫറവോനെ പിന്നെയും ദൈവം ആമേൻ ദൈവത്തെ ആമേൻ നമ്മെ നടത്തുന്ന ആമേൻ നമ്മെ സൃഷ്ടിച്ച് രക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കാണാൻ ഇസ്രായേലിനെ പിന്നെയും പിന്തുടരുമാറാക്കി. അവരെ മിസ്രൈമിൽ നിന്ന് ആമേൻ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ. അവർ മരുഭൂമിയിലൂടെ ചെങ്കടലിന്റെ കരയിൽ വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ.
അങ്ങനെ ഇസ്രായേൽ മക്കൾ ഫറവോന്റെ പിടിയൊക്കെ വിട്ട് ആമേൻ പുറപ്പെട്ട് അവർ ചെങ്കടലിന്റെ കരയിൽ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ആമേൻ അവര് ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിക്കുന്നവരാകുന്നു, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ ആമേൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആലോചന ചോദിക്കുന്നവരായിരുന്നു ഇസ്രായേൽ മക്കൾ. എന്നാൽ മിസ്രയീമർ ദൈവത്തോട് ഒരാലോചനയുമില്ല. ദൈവത്തെ വേണ്ട, ദൈവത്തെ അങ്ങോട്ട് പുറകെ എറിഞ്ഞിട്ട് ആമേൻ തങ്ങൾക്കുള്ള സമൃദ്ധിയിൽ രഥം ചക്രങ്ങൾ കെട്ടി, കുതിരകളെ കെട്ടി, അവരുടെ ആമേൻ ധനമാകാത്മ്യത്തെ കെട്ടി ഒരുക്കി ഈ ഇസ്രായേലിനെ പിന്നെയും അടിമയാക്കാൻ ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വാദഗതിയോടുകൂടെ മിസ്രയീം സൈന്യം ഇസ്രായേലിന് നേരെ എതിരെ പിന്നാലെ പുറപ്പെട്ടു. ആമേൻ ചെങ്കടലിൻ്റെ കരയിലെത്തിയപ്പോഴാണ് അവരെ കാണുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ആ വചനം വായിച്ച് നമുക്ക് വേഗത്തിൽ വിരാമം കൊടുക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 15 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 15 ആമേൻ മുതൽ. ഞാൻ ഇന്ന് ഈ ചിന്താവിഷയത്തിന് ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയാകുന്നു ഈ ചിന്താവിഷയം, ഈ ഭാഗം എടുത്തുകൊണ്ട് വന്നിട്ടുള്ള. പലപ്പോഴും നമ്മൾ പല ദിശയിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളവരാകുന്നു. ഈ ആമേൻ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെ. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞു എന്ന് എന്താ വായിക്കുന്നത്? സ്വോത്രം. ദൈവാസി വചനം വിട്ടുപോയല്ലോ. ഉൽപ്പത്തി 14-15 പിന്നെ എങ്ങനെ നിന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി. 14-15 പുറപ്പാട് പുസ്തകം. ഓ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പുറപ്പാടാണ്. പുറപ്പാട് പുസ്തകം 14-15. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ആമേൻ, ഹല്ലേലൂയ. അവിടെ പറയുന്നത് ആമേൻ ഇസ്രായേലിനെ ഇപ്പോ ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നവരെ ഇപ്പോൾ മോശ പുറപ്പെടുവിച്ച് ചെങ്കടലിന്റെ കരയിൽ കൊണ്ടുവരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നവരെ ദൈവം പുറപ്പെടുവിച്ചു. അവരെ മിസ്രയീമിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ചു. അവരെ മിസ്രയീമിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവൻ ചെങ്കടലിന്റെ കരയിൽ കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ഇതിനൊക്കെ അടിമയായിരിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസത്തിനടിമ, രോഗത്തിനടിമ, ആമേൻ ബലഹീനതകൾക്കടിമ, ആമേൻ പലതരത്തിലുള്ള അടിമത്തത്തിലാണ് നമ്മൾ പലപ്പോഴും ഇരിക്കുന്നത്. ആമീൻ. നമ്മൾ കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ച് തരാമ്പോൾ നമ്മളെ അടിമത്തത്തിൽ നമ്മളെ അടിമയായി, രോഗമായിരിക്കാം, ഭാരമായിരിക്കാം, ആമേൻ നിന്ന പരിഹാസം, അപമാനം ഒക്കെ നമ്മളെ ഭാരപ്പെടുത്തിയിരിക്കാം, അടിമയാക്കിയിരിക്കാം. എന്നാൽ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ആ എല്ലാ തലത്തിലുമുള്ള ആമേൻ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് പലപ്പോഴും ശത്രു നമ്മളെ അടിമയാക്കി വെച്ചിരിക്കും. പല തലത്തിൽ രോഗിയാക്കി നമ്മളെ വെച്ച് ദൈവനാമത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ തക്കോണം രോഗിയാക്കി ഭാരപ്പെടുത്തി ആമേൻ അതിനൊരു അടിമയാക്കി വയ്ക്കും. അതിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് പുറപ്പാടാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നത്. ആമേൻ ഒരു പുറപ്പാടാണ്. അതുകൊണ്ടാണ് ഈ പുറപ്പാട് എഴുതിയത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആമേൻ ജനം ഇസ്രായേൽ അടിമത്തത്തിലേക്ക് പോയി അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതാണ്. അടിമത്തത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, ആമേൻ പീഡകളിൽ നിന്ന്, ആമേൻ രോഗത്തിൽ നിന്ന്, വ്യാധികളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പുറപ്പാടാണ്. ഹല്ലേലൂയ. യാദവ ആമേൻ. ഇവിടെ വായിക്കുമ്പോൾ ആമേൻ പ്രതികൂലങ്ങളുടെ നടുവിൽ ആമേനിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നു പോകുകയാണ്. ആമേൻ ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നു പോവുകയാണ്. എവിടെ കടന്നു വന്ന് ഇപ്പോൾ ചെങ്കടലിൻ്റെ കരയിൽ വരുവാനിടയിൽ. ഉൽപ്പത്തി പുസ്തകം 14-ൻ്റെയും ഉൽപ്പത്തിയിലെ പുറപ്പാട് പുസ്തകം 14-ൻ്റെയും ആമേൻ 15 മുതൽ 18 വരെ വായിച്ചാലും. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത്. ആമേൻ. മതി, സ്തോത്രം. പിന്നെയും വായിക്കണം. അവിടെ ഒരു നിലവിളി കൊടുത്തിരിക്കുകയാണ്. മോശ നിലവിളിക്കുകയാണ്. ഇപ്പോ ആരോടത്താണ് നിലവിളിക്കുന്നത്? ദൈവത്തോട്.
ഇസ്രായേൽ മക്കൾ മുഴുവനും മോശയെ നോക്കിയിട്ട് നിലവിളിക്കുകയാണ്, മോശയോട് പിറുപിറുക്കുകയാണ്. നിങ്ങൾ മോശെ, നീ ഞങ്ങളെ മരിക്കാൻ വേണ്ടി കൊണ്ട് മരുഭൂമിയിൽ മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ മരുഭൂമിയിൽ ഈ കടൽക്കരയെ മരിപ്പാൻ കൊണ്ടുവന്നത്? ഞങ്ങളെ വിട്ടയക്കാം, ഞങ്ങൾ അടിമയിലേക്ക് പോട്ടെന്ന് പറഞ്ഞ് ഈ മരുഭൂമിയിൽ കിടന്ന് മിസ്രൈമരുമായിട്ട് യുദ്ധം ചെയ്ത് മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾ അടിമത്തത്തിലിരിക്കുന്നത് നല്ലതെന്ന് ആമേൻ ഹല്ലേലൂയ മോശയോട് പറഞ്ഞു. മോശ ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു. ആമേൻ കരഞ്ഞുകൊണ്ടുള്ള വിളിയാണ് നിലവിളി. ഹല്ലേലൂയ. കരച്ചിൽ വരുമ്പോൾ കർത്താവേ രക്ഷിക്കണേ എന്നൊരൊറ്റ വിളി. നമ്മളൊക്കെ ഒത്തിരി വിളിച്ചിട്ടുള്ളവരാണ്, ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. എൻ്റെ നേരെ ശത്രു ആധിക്യം കൂടിയപ്പോൾ ശത്രു എനിക്ക് ആമേൻ ചുറ്റിലും ഒത്തിരി ശത്രുമണ്ഡലമുണ്ട്. ആമേൻ സാത്താൻ ഒത്തിരി പേരെ ആയുധമാക്കി വെച്ചിട്ടുണ്ട്. ആമേൻ ആ ശത്രുക്കൾ ചിലപ്പോഴൊക്കെ നമുക്ക് നേരെ തീയമ്പുകൾ അയക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മളെ വിളിക്കും. ആമേൻ കർത്താവേ രക്ഷിക്കണം. പക്ഷേ ആ ശത്രുക്കൾ ആരും ഇന്നുവരെ എന്നെ കവിഞ്ഞു പോയിട്ടില്ല. അവർക്ക് എൻ്റെ മേലൊരു ജയം എടുക്കാൻ സാധിച്ചില്ല. എന്തായിരുന്നു ചോദിച്ചാൽ നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരായതുകൊണ്ട് ആമേൻ ഒരിക്കൽ ആമേൻ 1-2 പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങൾ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ, നമ്മുടെ നാട്ടിൽ ചെന്നപ്പോൾ ആമേൻ ആൾക്കാർ പറഞ്ഞ് ആമേൻ അയ്യോ ദാസ് ബ്രദറെ നിങ്ങളായതുകൊണ്ട് അവിടെ നിൽക്കണ് കേട്ടോ, ഹല്ലേലൂയ, വേറെ ആരെന്നെങ്കിലാണെന്നെങ്കിൽ ശത്രു പറപ്പിച്ച് കളയുമായിരുന്നു. ശത്രുവിൻ്റെ മുമ്പ് നിൽക്കാൻ സാധ്യമല്ല. ശത്രു ഇനി നമുക്കെതിരെ ചെയ്യാൻ ഒന്നുമില്ല. അങ്ങനെ ശത്രുക്കൾ ലോകപ്രകാരം പലതും ചെയ്യും. എന്നാൽ ദൈവമക്കൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണോ അതിൻ്റെ നടുവിൽ നമ്മളവിടെ നിർത്തുന്ന ഒരു ദൈവമാണ്. ഈ ലോകത്തിൽ കരടിയുണ്ട്, ഈ കാട്ടിൽ, ലോകമാകുന്ന കാട്ടിൽ ആമേൻ സിംഹമുണ്ട്, കരടിയുണ്ട്, കാട്ടുപോത്തുണ്ട്, കാട്ടുചെന്നായുണ്ട്, കാട്ടുപുലികളുണ്ട്. എല്ലാത്തിൻ്റെ നടുവിലാണ് ആമേൻ മാൻകുട്ടികളും ആട്ടിൻകുട്ടികളും ഒക്കെ നടക്കുന്നത്. അത് നിർഭയം നടക്കുന്നത് പോലെ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ നടക്കും. നമ്മുടെ മുമ്പിൽ ഒരു നായകനുണ്ട്, ഒരു ഇടയനുണ്ട്, ഒരു ഇടയ സേട്ടനുണ്ട്. അവൻ നമ്മളെ ജീവപര്യന്തം വഴി നടത്തുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ 1-2 പോയിന്റുകളിലൂടെ പറഞ്ഞ് വേഗത്തിൽ വിരാമം കൊടുക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ആമേൻ അല്ലെ ഇപ്പോൾ ചെങ്കടലിൻ്റെ കരയിൽ നിൽക്കുകയാണ്. ഇസ്രായേൽ മക്കൾ മോശയോട് പിറുപിറുത്തു, മോശയോട് ആമേൻ 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 നിലവിളിച്ചു. മോശ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ മോശ ദൈവം പറയുന്ന കാര്യമാണ്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? ഹല്ലേലൂയ. നിന്റെ കാര്യം എന്ത്? നീ ധൈര്യമായിട്ട്, നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുകയല്ലേ. നിന്റെ മുമ്പിൽ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. പ്രതികൂലത്തെ നോക്കി നമ്മൾ ശാസിക്കണം. ആമേൻ ആമേൻ. ദൈവങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കുന്നുകൾ പർവ്വതമാം പ്രശ്നങ്ങളാണ്. ആമേൻ പർവ്വത സമമാം പ്രശ്നങ്ങൾ ദൈവങ്ങളുടെ ജീവിതത്തിലുണ്ട്. പിശാച് ഒത്തിരി വലയ്ക്കുന്നത് ദൈവമക്കളെയാണ്. ആമേൻ ഹല്ലേലൂയ. ആ പാമ്പിൻ്റെ ഭക്തൻ എങ്ങനെയാണ് പാടുന്നത്? പർവ്വത സമമാ പ്രശ്നങ്ങൾ നീറി നീറി പുകഞ്ഞിടുമ്പോൾ. ആമേൻ. ആ പാട്ടറിയില്ലേ? ആശ്വാസദായകൻ അരികിലുണ്ട്. അങ്ങനെ ആമേൻ സ്തോത്രം. പർവ്വത സമമാം പ്രശ്നങ്ങളുടെ നടുവിലൂടെ ആമേൻ ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ ദൈവം കാത്ത് സൂക്ഷിച്ച് അങ്ങോട്ട് വഴി നടത്തും. ഒരു ആദിക്കും വ്യാധിക്കും ഒന്നിനും അവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുറമുഖത്ത് എത്തിക്കോ മതിയായ ഒരു ദൈവമാണ്. ഒന്ന് കണ്ടും ഭയപ്പെടേണ്ട, ഒന്നിനാലും അധൈര്യപ്പെടേണ്ട, ഒന്നിനാലും ക്ഷീണിച്ചു പോകേണ്ട. നമ്മുടെ ചുറ്റിലും ഒത്തിരി പ്രശ്നങ്ങൾ കാണും. അതിന് പ്രശ്നത്തെ നമ്മൾ വലുതാക്കി വയ്ക്കാതെ നമ്മുടെ കർത്താവ് വലിയവനുണ്ടെന്ന് കരുതി അവനെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ. ഇവിടെ മോശയോട് ദൈവം പറയുന്നൊരു കാര്യമാണ്, ആമേൻ, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? നീ നിന്റെ കയ്യിൽ വടിയെടുത്ത് പ്രതികൂലമായി നിനക്ക് മുമ്പിൽ കിടക്കുന്ന സമുദ്രത്തെ ഒന്നോട് വിഭജിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അഭിഷിക്തനാകുന്ന മോശ
ദൈവഭൃത്യനാകുന്ന മോശ, ദൈവത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മോശ അങ്ങോട്ട് ദൈവ നിയോഗത്താൽ ദൈവിക അധികാരത്താൽ ആ വടിയെടുത്ത് അങ്ങോട്ട് ചെങ്കടലിന് നേരെ നീട്ടിയപ്പോൾ തന്നെ ആമേൻ തനിക്ക് മുമ്പിൽ നിന്ന പ്രതികൂലമായി അടഞ്ഞു കിടന്ന മണ്ഡലം തുറക്കുവാനിടയായി. ഹല്ലേലൂയ. സമുദ്രം രണ്ടായി പിളർന്നു. ആമേൻ. അവൻ അധികാരമുള്ളവൻ അധികാരത്തിൻ്റെ വടിയെടുത്ത് അങ്ങോട്ട് ആഴിയിലേക്കൊന്ന് നീട്ടിയപ്പോൾ ദൈവം എന്ന കർത്താവ് അവർക്ക് വേണ്ടി ആമേൻ ശക്തിയേറിയ ഒരു കിഴക്കൻ കാറ്റിനെ വരുത്തി ആമേൻ ചെങ്കടലിനെ വിഭജിപ്പാനിടയായി തീർന്നു. ആമേൻ. രാത്രിയുടെ യാമങ്ങളിൽ ഇസ്രായേൽ മക്കൾ ആമേൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ആമേൻ ദൈവത്തിൻ്റെ മക്കൾ അങ്ങോട്ട് ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകുമെന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. എൻ്റെ പിള്ളേർ എന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്ന എൻ്റെ മക്കൾ ഇസ്രായേൽ മക്കൾ ആമേൻ ആമേൻ ചെങ്കടലിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ അവർ കടന്നു പോകും. എന്നാൽ ചെങ്ങമേൻ അതേ പാതയിൽ ആമേൻ മിസ്രയീമിൽ കടന്നു വരുവാൻ നോക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തെ ആമേൻ വിളിച്ചപേക്ഷിക്കാതിരിക്കുന്ന ലോകത്തിൻ്റെ സമൃദ്ധിയിൽ ആനന്ദിക്കുന്ന മിസ്രയീം സൈന്യം കടന്നു വരുവാൻ ശ്രമിക്കും. എന്നാൽ അവർ കടന്നു പോകത്തില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ രാത്രിയുടെ യാമങ്ങളിൽ ഇസ്രായേൽ മക്കൾ മുഴുവൻ പേരും ആമേൻ തുറക്കപ്പെട്ട ചെങ്കടലിലൂടെ ഉണങ്ങിയ പാതയിലൂടെ അക്കരെ കടന്നു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കടന്നു പോകുവാനിടയായി തീർന്നു. ആമേൻ. ഇസ്രായേൽ മക്കളെ മുഴുവൻ പേരും ആമേൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ മുഴുവൻ പേരും ആമേൻ അക്കരെ കടന്നപ്പോൾ അതേ പാതയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്ത മിസ്രയീം സൈന്യം രഥങ്ങളിൽ തങ്ങളുടെ അശ്വബലത്തിൽ ആയുധബലത്തിൽ കുതിരശക്തിയിൽ ഇങ്ങനെ വരികയാണ്. ഇന്ന് ലോകത്തിൽ ഇസ്രായേലിന് വിരോധമായിട്ട് ഒത്തിരി കുതിരപ്പയറ്റ് സംഘങ്ങൾ നിൽക്കുകയാണ് ഇസ്രായേലിനടുത്ത് യുദ്ധം ചെയ്യാമെന്ന്. നമ്മുടെ പിള്ളേരാണത്, ദൈവത്തിൻ്റെ പിള്ളേർ. ആമേൻ. ഹല്ലേലൂയ. ചൈനക്കാർ അവർ കുറേ ആയുധം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. റഷ്യക്കാർ, ഉത്തര കൊറിയക്കാർ, നിഗളികൾ, പന്തിയിറച്ചി തിന്നുന്ന നിഗളികൾ. ഹല്ലേലൂയ. അവർക്ക് ഒത്തിരി ആയുധങ്ങളുണ്ട്. അതെല്ലാം കൊണ്ടുവന്ന് ഇപ്പം ഇസ്രായേലിലെ പറപ്പിച്ച് കളയെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പ്രൈസലോ. അല്ലെ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്ത ഉത്തര കൊറിയക്കാരായി, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്ത ചൈനക്കാരായി, ദൈവത്തെ ആമേൻ ദൈവം കൊടുത്ത നന്മകളെ ആമേൻ അനുഭവിച്ച് ഹല്ലേലൂയ ആമേൻ ദൈവത്തെ ധിക്കരിക്കുന്ന ഇസ്ലാം വംശക്കാർ, സൗദി അറേബ്യക്കാർ, അവർക്ക് ദൈവം മണ്ണിൻ്റെ അടിയിൽ അവരുടെ അമ്മയ്ക്ക് കാകറിന് ഒരു വലിയ നിക്ഷേപം കൊടുത്തു, എണ്ണസമ്പത്ത്. ആ എണ്ണസമ്പത്തൊക്കെ വലിച്ച് കുടിച്ച് അടർച്ചിയൊക്കെ തിന്ന് പൊളച്ചപ്പോൾ അവർക്കും ദൈവത്തെ അറിയത്തില്ല. അവർ സഹോദരനടുത്ത് യുദ്ധം ചെയ്യണം. അങ്ങനെ വലിയ യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരമുള്ളവനെയൊക്കെ ദൈവം വഴിയിൽ തള്ളിയിടും. ആമേൻ. ഹല്ലേലൂയ. അറബിക്കാരനെ കാട്ടറബികളെ ആമേൻ ദൈവത്തെ തിരിച്ചറിയാതെ ആമേൻ സഹോദരനോട് യുദ്ധം ചെയ്യുന്ന കാട്ടറബികളെ ദൈവം നിലത്ത് തള്ളിയിടും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. രക്ഷപ്പെടണമെങ്കിൽ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. സഹോദരൻ്റെ യുദ്ധം ചെയ്യാതെ വിളിച്ചപേക്ഷിക്കണം. ചൈനക്കാരൻ ആമേൻ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഉത്തര കൊറിയക്കാരൻ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഇസ്രായേലിൻ്റെ ദൈവത്തെ അനുഗമിക്കണം, അവനെ ആരാധിക്കണം. അപ്പോൾ അവരുടെ വ്യതകൾ പ്രശ്നങ്ങളൊക്കെ മാറുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ഇവിടെ വിരാമത്തിലേക്ക് കടന്നു പോവാണ്. ഇവിടെ പ്രതികൂലമായി ആമേൻ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഇസ്രായേൽ സൈന്യം, ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തുകൂടെ ചെങ്കടലിൽ അപ്പുറത്ത് കടന്നു പോകാനിടയിൽ. അതിൻ്റെ നടുവിൽ മിസ്രയീം ദൈവത്തെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തവർ ആമേൻ പുറകെ വരുവാനിടയിൽ തീർന്നു. അവരെ ആമേൻ അങ്ങനെ ആമേൻ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് അക്കരെ സ്ഥാനമില്ല. അക്കരെ നാട് അവകാശികളായി ദൈവം കൊടുത്തിട്ടില്ല. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ അക്കരെ നമുക്കൊരു സ്ഥാനമുണ്ട്, അക്കരെ ഒരു വീടുണ്ട്, അക്കരെ ഒരു നഗരവും ഭവനവും ഉണ്ട്, അക്കരെ ദൈവം ഒരുക്കുന്ന കനാൻ ദേശം നമുക്ക് അവകാശമാണ്. അതിലേക്ക് ദൈവം എന്ന കർത്താവ് നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ആമേൻ. അതേ സ്ഥാനത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്ത മിസ്രയീമ്യർ ഇതേ പാതയിൽ കടന്നു വരുവാനിടയിൽ തീർന്നു. ദൈവം എന്ന കർത്താവ് പ്രഭാതയാമങ്ങളിൽ അഗ്നി മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി. എന്നെ അറിയാത്തവൻ, എന്നെ അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന മിസ്രയീമ്യനും രാജാക്കന്മാരും എല്ലാം കൂടെ
പടപട്ടാളമായിട്ട് എന്നെ അറിഞ്ഞുകൂടെന്നോ. ആമേൻ. ദൈവം എന്താണ് മോശയോട് നേരത്തെ പറഞ്ഞത്? എന്നെ അവരറിയും, യഹോവയെ അവരറിയും. ഞാൻ വിരാമത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്നെ അവരറിയും. ആമേൻ. മിസ്രയീം സൈന്യം ചെങ്കടലിൽ വെച്ച് ദൈവത്തെ അറിഞ്ഞു. ഹല്ലേലൂയ. ഇസ്രായേൽ കടക്കേണ്ടവർ കടന്നപ്പോൾ, ദൈവം എന്ന കർത്താവിനെ വിളിച്ചപേക്ഷിച്ചവർ കടന്നു കഴിഞ്ഞപ്പോൾ, ആമേൻ, അനുസരണക്കേട് ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്ത മിസ്രയീം സൈന്യത്തിന് നേരെ ആമേൻ ദൈവം നോക്കി. പ്രഭാതത്തിൽ നോക്കിയിട്ട് മോശയോട് പറഞ്ഞു, നീ വടിയെടുത്ത് തിരികെ ഒന്ന് നീട്ടുവാൻ പറഞ്ഞു. അധികാരം പെടുത്തിയവൻ ഒന്ന് ആമേൻ പിന്നെയും ആ സമുദ്രത്തിലേക്ക് നീട്ടിയപ്പോൾ ആമേൻ ചെങ്കടല് പിന്നെയും അതിൻ്റെ പൂർവ്വസ്ഥാനത്ത് വന്നു. അപ്പോഴാകുന്നു ആമേൻ ഹല്ലേലൂയ മിസ്രയീമിൻ്റെ ആമേൻ ധനമാഹാത്മ്യം, അവരുടെ പുത്രസമ്പത്ത്, അവരുടെ പുത്രബാഹുല്യം അറിയുന്നത് ധനമാഹാത്മ്യം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ദാനനിമിത്തമാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന്, ദൈവത്തിൻ്റെ കൃപയാലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അവർ തിരിച്ചറിയുവാനിടയിൽ തീർന്നു. അവർ ആമേൻ ആ ആർത്തിരമ്പുന്ന ജലാശയത്തിനെതിരെ ഓടുവാനിടയായി. എന്നാൽ ആ പ്രഭാവം രാത്രി കാലത്തിൽ തന്നെ അവരെ എല്ലാം സമുദ്രം വീണ്ടും പൂർവ്വസ്ഥാനത്ത് വന്ന് അവരെ എല്ലാവരെയും മുക്കി കൊല്ലുവാനിടയിൽ തീർന്നു. ഞാനിത് പറഞ്ഞ സാരാംശം എന്ന് പറഞ്ഞാൽ ആമേൻ നമ്മൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നവരാണോ? നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണോ? നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ്. ആയവർക്ക് വേണ്ടിയാകുന്നു നമ്മുടെ ദൈവം വിളിച്ചപേക്ഷിക്കാത്തവർക്ക് ആമേൻ കഠിനമായ ശോധനകളും നമ്മുടെ ജീവിതത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ ശോധനമുണ്ടെങ്കിലും വിടുതലുമുണ്ട്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലം പരിചാകത്തില്ല. ഹല്ലേലൂയ. എന്നാൽ പിന്നെ ഈ ഒരു വചനം കൂടി ഇങ്ങനെ ഓർമ്മ വരുന്നത് കൊണ്ട് പറഞ്ഞു പോകുകയാണ്. ആമേൻ. ഏലിയാവിൻ്റെ കാലഘട്ടത്തെ നോക്കിയ ഏലിയാവ് ആമേൻ ഇടിഞ്ഞു കിടന്ന ആഹാബിൻ്റെ കാലഘട്ടത്തായിരുന്നു. ആഹാബ് രാജാവ് നിമിത്തമുള്ള ദൈവത്തെ വിട്ടുള്ള ജനമൊക്കെയും അന്യപ്പെട്ടു പോയി. അതിൻ്റെ നടുവിൽ ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിത് അതിൽ യാഗമർപ്പിച്ചപ്പോൾ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. യാഗപീഠം പണിതിട്ട് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. എന്താ വിളിച്ചപേക്ഷിച്ചത്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഇങ്ങോട്ട് വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ ദാസനെന്നും നിൻ്റെ നാമത്തിലാണ് ഞാൻ ഇതൊക്കെ പണിയുന്നതെന്ന്, യാഗപീഠം പണിയുന്നതെന്ന് ദൈവത്തോട് പണിതപ്പോൾ നിൻ്റെ നാമം ഒന്ന് മഹത്വപ്പെടട്ടെ എന്ന് യാഗപീഠത്തെ അടിയൻ പണിത യാഗപീഠം തീ ഇറങ്ങട്ടെ, ആത്മാവ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആത്മാവിൻ്റെ തീ ഇറങ്ങി യാഗപീഠം കത്തുവാനിടയിൽ തീർന്നു. നമ്മുടെ യാഗപീഠങ്ങൾ എന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി നന്ദി പറയും. എല്ലാവരെയും ഏൽപ്പിച്ചു തരുന്നു. യേശുവേ, അങ്ങ് ഞങ്ങൾ ഈ പകൽക്കാലത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി പറയണപ്പാ. മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരുന്നു. അരികിലും അലയുമായി, സഭയിലും പുറത്തും അകത്തുമായി എല്ലായിടത്തും ശബ്ദവീതി, ശബ്ദവീഴ്ചയിൽ ശബ്ദ സീമയിൽ ഈ വചനങ്ങൾ കേട്ട എല്ലാവരെയും ഏൽപ്പിച്ചു തരികണപ്പാ. യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു തരുന്നു. എല്ലാവരെയും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ ആരും ലജ്ജിക്കുവാൻ ഒരു നാൾ ഇടവരരുതേ അപ്പ. ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളെ, ഞങ്ങളുടെ സഭയിൽ മുഴുവൻ അംഗങ്ങൾക്കായി അടിയൻ മധ്യസ്ഥ ചെയ്ത് അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഉത്തരമരളെ. സൗഖ്യത്തിനു വേണ്ടി ഞാൻ അടിയൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, സമാധാനത്തിനു വേണ്ടി, വിടുതലിനു വേണ്ടി ഒത്തിരി ഞരങ്ങുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എല്ലാറ്റിനും വേണ്ടി ഞാൻ അടിയൻ മധ്യസ്ഥത പറയുന്നു ഒപ്പ. യേശുവേ, തൻ്റെ മക്കളെ ഇതുവരെ കരുതിയതിനായി, ഇതുവരെ നടത്തിയതിനായി നന്ദി പറയുന്നു. പിന്നെയും ഏൽപ്പിച്ചു തരികയാണ്. യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന കാന്തയ്ക്കു വേണ്ടി യാഗമായ യേശുവിനെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകാൻ ഇടവരുത്തരുതേ. ദാവീദിൻ്റെ ദൈവമേ, അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, ഏലിയാവിൻ്റെ ദൈവമേ, തലമുറയായി ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയാണ്, അങ്ങയെ അനുഗമിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്നതിന് നന്ദി. എല്ലാ മക്കളെയും ഒന്നുകൂടെ അനുഗ്രഹിച്ച് ഒന്നുകൂടെ വിടുവിച്ചയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. മാനവകത്വം പുകഴ്ച എല്ലാം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥനകളെ യാചനകളെ കർത്താവ് കേട്ടത് നന്ദി.